ഒറ്റയാക്കി ഇരിക്കാൻ പറ്റുള്ളൂ. സൈക്കിളിന് പണ്ടത്തെ സീറ്റ് പോലത്തെ ഇതെല്ലാം ഇന്നത്തെ വണ്ടികൾ. പണ്ടത്തെ വണ്ടികൾ $22 കിട്ടും. ഫൈനാൻസ് അവൈലബിൾ. മോട്ടോർ സൈക്കിളുകൾ ഇഷ്ടപ്പെടുന്നവരും ഓടിക്കാൻ അറിയില്ലെങ്കിൽ പുറകിലിരുന്ന് യാത്ര ചെയ്യാനൊക്കെ കൊതിക്കാത്തവരുമായി ആരാണുള്ളത്? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ഒരു വിന്റേജ് മോട്ടോർ സൈക്കിൾ മ്യൂസിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. (1988) ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പായി ആരംഭിച്ച് അധികം താമസിക്കാതെ തന്നെ പ്രീമിയർ ക്ലാസിക് മോട്ടോർ സൈക്കിളുകളുടെയും വിന്റേജ് മോട്ടോർ സൈക്കിളുകളുടെയും ഡീലർഷിപ്പും റിപ്പയർ സെന്ററും ഒക്കെയായി മാറിയ ഈ ആന്റിക് മോട്ടോർ സൈക്കിൾ മ്യൂസിയം ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ മ്യൂസിയമാണ്. 250-ലധികം എക്സോട്ടിക് മോട്ടോർ സൈക്കിളുകളുടെ ഈ കമനീയ ശേഖരം ആരെയും ആകർഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാദിഷ്ടമായ അനവധി വിഭവങ്ങളും ആരെയും ലഹരി പിടിപ്പിക്കുന്ന ആൽക്കഹോളിക്, നോൺ ആൽക്കഹോളിക് ഡ്രിങ്കുകളും വിളമ്പുന്ന നേക്കഡ് റേസർ കഫേ ആൻഡ് ബാറിനോട് ചേർന്നാണ് ഈ മ്യൂസിയം എന്നത് മറ്റൊരു ആകർഷണമാണ്. ഭക്ഷണം ഓർഡർ ചെയ്ത് അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഈ മനോഹര കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. വെൽക്കം ടു ജയ്ജീസ് ഹോം വീഡിയോസ്. ഇതൊക്കെ നമ്മൾ സാധാരണ വണ്ടികളാണ്. ഇന്ത്യൻ ഇതേതാ മോഡൽ? ഒറ്റയാക്കി ഇരിക്കാൻ പറ്റുള്ളൂ. സൈക്കിളിന് പണ്ടത്തെ സീറ്റ് പോലത്തെ കൺട്രോളൊക്കെ രസമുണ്ടല്ലോ. ആഹാ, അതാ ഇന്ത്യൻ. സ്പീഡൊക്കെ എത്തുന്നത് വേണ്ടത്. ഇത് മൈലായിരിക്കും അല്ലേ? ഇത് മൈൽസ് പെർ അവർ. 110 മൈൽസ് പെർ അവർ. ഇതെല്ലാം ഇന്നത്തെ വണ്ടികൾ. പണ്ടത്തെ വണ്ടികൾ എഞ്ചിനൊക്കെ പുതിയൊന്നുമല്ല, പഴയത്. സ്പീഡുണ്ട്. ഇതെല്ലാം മൈൽസ് പെർ അവറാണ്. മെയ്ഡ് ഇൻ USA. 100 മൈൽസ് പെർ അവർ. പിന്നെ വില എത്ര അറിയാം? വിൽക്കായിട്ടിരിക്കുന്നത് $82,000. ഇതിനുണ്ട് നമ്പർ A1174. കണ്ട് മതിയാവും. ഇതും വണ്ടിന്. ഇത് വണ്ടിയുടെ എഞ്ചിന്. ഇത് ചെറിയ വണ്ടിയാണോ? സൂപ്പർ സ്റ്റോർ. ഇത് സാധാ വണ്ടികൾ. 8,000 വണ്ടി കിട്ടും. വേണോ? ഈ വണ്ടി വേണോ? 7,950 പ്ലസ് ഓൺ ദ റോഡ്. ഇത് Honda XR75. ഒക്കെ പണ്ടത്തെ വണ്ടിയൊക്കെ ഓർമ്മ വരും. ഇത് സർവീസൊക്കെ ചെയ്യുന്ന കേട്ടോ. ഇത് വെറും ഷോറൂം മാത്രമല്ല. ഇത് വെറും മ്യൂസിയം മാത്രമല്ല. ഇത് സർവീസൊക്കെ ചെയ്യുന്നത് ശരിക്കും പ്രൊഫഷണൽ ബൈക്കുകളുടെ മോളുടെ എന്തൊക്കെ സംഭവങ്ങൾ. യമഹ RX100 60 സംതിങ്. സീറ്റ് വേണോ? സീറ്റ് സിംഗിൾ സീറ്റാണ്. നല്ല അടിപൊളി ബമ്പർ. ഹെൽമെറ്റ് വേണേ? ഹെൽമെറ്റ്. ഇതേതാ വണ്ടി? ഹോളിഡേസിൻ്റെ പഴയ നമ്പർ 6. ഇതൊക്കെ പണ്ട് റേസിന് ഉപയോഗിക്കുന്നതായിരിക്കും. ഇത് എയർ പോകുന്ന എന്താ പറഞ്ഞേ? CX500 ടർബോ, ഹെർക്കുലീസ്, വാങ്കർ, കവാസാക്കി. ഇതേതാ? ഇന്ത്യൻ. ബുഗാട്ടി. കുറേ ഇന്ത്യൻ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ ഇന്ത്യൻ. ഡയട്രോണ സ്പെഷ്യൽ 400. ഹാളിഡേസിൻ്റെ യമഹ 350. ഇത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സൂപ്പർ സാധനമായിരുന്നു. അന്നത്തെ വലിയ പുള്ളികൾ, മുതലാളിമാരുടെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഹാളിഡേസ് 750 വണ്ടൊക്കെ ഇരിക്കുന്നത്. ഇത് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഗിയർ ബോക്സ് ഉണ്ടോ? വണ്ടിയുടെ ഗിയർ ബോക്സ് ഉണ്ടോ? $22 കിട്ടും. ഫൈനാൻസ് അവൈലബിൾ. $22 സാധനം വാങ്ങിയല്ലോ. ഇതാ ക്രോച്ച് റോക്കറ്റ്. എന്തായാലും സൈസ് കയ്യൊക്കെ എത്തും. അത് കമന്ന് കിടക്കുമല്ലേ വണ്ടൊക്കെ.
എന്താ അല്ലേ ഇന്ത്യ ശരിക്കും അമേരിക്ക. ഞാനത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എന്നുള്ള ശരിക്കും ഇന്ത്യൻ ആയിരിക്കും. ഇന്ത്യനല്ല, ഇന്ത്യൻ തന്നെ അമേരിക്കൻ ബ്രാൻഡാണ്. ഇതേതാ 754 ഹോണ്ട സൂപ്പർ സ്പോർട്ട് റേസിംഗ് കാറുകൾ. അർണോൾഡ് ശിവാജി നഗർ ഉപയോഗിച്ചിരുന്ന ബൈക്കൊക്കെ ഉണ്ട് ഇവിടെ. എന്താ വേണം ഇതൊക്കെ? എന്താണ് ഈ സാധനം? ഇത് വാല് മതിയില്ല നമുക്ക്. എൻ്റെ എക്സോസ് പൈപ്പ് ഉണ്ടോ? കാല വരെ പ്രിഞ്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടാങ്ക് കേട്ടോ, അത് 1.5 ടാങ്ക്. എൻ്റെ സീറ്റ് ഊരി വെച്ചിട്ടില്ല. ഇത് ഹവേ ദിവസം ചേട്ടനായിരിക്കും. 1.5 ചേട്ടനല്ലേ? ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പലതരം മോട്ടോർ സൈക്കിളുകൾ നിരന്നു നിൽക്കുന്ന ഈ മ്യൂസിയവും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.